So, this is Milan, and here is my review of iPhone 17 Pro. കഴിഞ്ഞ 2 ആഴ്ചത്തെ യൂസേജിൽ ആസ് എ യൂസർ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. അതിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ ക്യാമറ, ബാറ്ററി, പെർഫോമൻസ് ആൻഡ് ഇതിൻ്റെ ഓവറോൾ ലുക്കും ഈ ഡിസൈൻ ആസ്പെക്ട്സ് ആസ് എ യൂസർ നമുക്ക് തരുന്ന പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ നമുക്ക് സ്ട്രെയിറ്റ് ഫോർവേഡ് റിവ്യൂയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഡിവൈസിൻ്റെ ലുക്ക്. നമ്മളുടെ കയ്യിൽ ഇരിക്കുമ്പം ഡെഫിനറ്റ്ലി മറ്റൊരാൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇത് ആപ്പിളിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് എന്നുള്ളത്. എന്നാൽ ഇതിൻ്റെ ഡിസൈൻ വൈസ് ഫിസിക്കലി ഉള്ള ഡിസൈനെ പറ്റിയാണ് ഞാൻ പറയുന്നത്, ലുക്കല്ല ഞാൻ പറയുന്നത്. ഫിസിക്കലി ഈ ഒരു ഷേപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഡിസൈൻ ഇത് തന്നെയാണ് ഇതിൻ്റെ പോസിറ്റീവും അതേസമയം ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത്. പോസിറ്റീവ് അതായത് ഇത് ഒരു യൂണീക്ക് ബോഡി സ്ട്രക്ചർ ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത് കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പം ഇതുവരെയുള്ള ജനറേഷൻ ഡിവൈസുകൾ എടുത്ത് നോക്കിയാലും അതിപ്പം 16 ആയിക്കോട്ടെ 15 സീരീസിൻ്റെ റിവ്യൂവിലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, കയ്യിൽ ഹോൾഡ് ചെയ്യാൻ ഇൻ ഹാൻഡ് ഫീൽ എന്ന് പറയുന്നത് മച്ച് ബെറ്റർ ആണ്. പക്ഷേ ഇതിനേക്കാൾ അല്ലെങ്കിൽ ഇതിലുണ്ടായിരുന്നേക്കാൾ ഒരു 2-3 ഇരട്ടി ബെറ്ററാണ് ഈ ഒരു ഡിവൈസ് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ. അതിൻ്റെ കാരണം ഇതുവരെ ഉണ്ടായിരുന്ന മോഡൽസിൽ ഇതിൻ്റെ ഷാസി, ഈ കാണുന്ന മെറ്റൽ ഷാസി എന്ന് പറയുന്നതും ബാക്ക് പാനൽ എന്ന് പറയുന്നതും രണ്ടും സെപ്പറേറ്റഡ് ആണ്. എന്നാൽ 17 പ്രോയിലേക്ക് വരുമ്പം ഇത് ഒരൊറ്റ യൂണിബോഡി സ്ട്രക്ചറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എഡ്ജസ് ആയിക്കോട്ടെ കോർണേഴ്സ് ആയിക്കോട്ടെ ഇതെല്ലാം റൗണ്ടഡ് ആണ്. എന്നാൽ അത് തന്നെയാണ് ഇതിൻ്റെ വില്ലനും. കാരണം ഇതിനൊരു പ്രീമിയം ലുക്ക് എന്ന് പറയുന്ന സാധനം ഇല്ല. പ്രോ മോഡൽ എന്ന് പറയുമ്പം അതിൻ്റെ ലുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഒരു ലക്ഷറി അല്ലെങ്കിൽ ഒരു പ്രീമിയം ഫീലൊക്കെയാണ്. എന്നാൽ ഡിസൈനിൽ വന്നൊരു അപാകത എവിടെയാണെന്ന് വെച്ചാൽ അത് വലിയൊരു അപാകതയല്ല. ചില സർട്ടൺ സിറ്റുവേഷൻസ് നിങ്ങൾ ഫ്ലാഷ് ഇട്ട് ഫോട്ടോ എടുക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ ഇതൊരു പോരായ്മയായിട്ട് നിങ്ങൾക്ക് തോന്നത്തുള്ളൂ. കാരണം ഇതുവരെ ഉണ്ടായിരുന്ന ഡിവൈസുകളുടെ ഫ്ലാഷ് പൊസിഷനിങ് എന്ന് പറയുന്നത് നമുക്കറിയാം ക്യാമറയുടെ തൊട്ട് മുകളിലായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നാൽ പുതിയ 17 പ്രോയിൽ ഫ്ലാഷ് പൊസിഷൻ ചെയ്തേക്കുന്നത് അങ്ങ് ഫാർ ലെഫ്റ്റ് സൈഡിലാണ്. അതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കുമ്പം നിങ്ങൾ ഈ ഒരു ഇമേജ് കാണുന്ന പോലെ എടുക്കുന്ന ഇമേജിൻ്റെ ഫാർ റൈറ്റിലായിട്ട് ഒരു ഷാഡോ കാസ്റ്റിംഗ് കാണാൻ സാധിക്കും. ഇതോടൊപ്പം വൈഡ് സ്പ്രെഡ് ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ പെയിൻ ചിപ്പിങ്. ഈ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ പല കേസുകൾ മാറ്റി മറിച്ചും ഒക്കെ യൂസ് ചെയ്തു. വളരെ റഫായിട്ട് തന്നെ ചുമ്മാ ഇങ്ങനെയൊക്കെ ഇട്ടൊക്കെയാണ് നോക്കിയത്. പക്ഷേ ഇതുവരെ പേഴ്സണലി എൻ്റെ എക്സ്പീരിയൻസിൽ ഒരു പെയിൻ ചിപ്പിങ്ങോ അല്ലെങ്കിൽ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. സോ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഏത് ഫോണാണെങ്കിലും സൂക്ഷിച്ചാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ സ്ക്രാച്ചോ സ്കഫിങ്ങോ ഒന്നും വരത്തില്ല. ഞാൻ ഇതുവരെ സ്ക്രീൻ പ്രൊട്ടക്ടേഴ്സ് ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. ഇത് സെറാമിക് ഷീൽഡ് 2 എന്ന് പറയുന്ന ആപ്പിളിൻ്റെ പുതിയ പ്രൊട്ടക്ഷനാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിൽ മാത്രമല്ല ഈ പ്രാവശ്യം ഫ്രണ്ട് ഫേസിങ്ങിലും സെറാമിക് ഷീൽഡ് 2 ആണ് വന്നിരിക്കുന്നത്. ബാക്കിലുള്ള ഈ കാണുന്ന ഗ്ലാസ് ഏരിയ എന്ന് പറയുന്നതും സെറാമിക് ഷീൽഡ് 2 ആണ്. സ്കഫിങ് അതുപോലുള്ള ഫിംഗർ പ്രിൻറ്റ് കാര്യങ്ങളൊക്കെ പെട്ടെന്നാകും. പ്രത്യേകിച്ച് നിങ്ങൾ കേസ് ഇട്ടോ ഇടാതെയോ ഈ മാക്സ് സേഫ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ റിങ്ങിൻ്റെ വട്ടം പെട്ടെന്ന് ഈ ബാക്ക് പാനലിൽ വരും. 2 ഡിസ്പ്ലേ. ആപ്പിളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ആപ്പിൾ 4 മോഡൽസിനും ആപ്പിൾ റിലീസ് ചെയ്തിട്ടുള്ള 4 മോഡൽസിനും ബേസ് മോഡൽ മുതൽ ഹൈ എൻഡ് വേർഷൻ വരെ സെയിം 3000 നിറ്റ്സിൻ്റെ OLED ഡിസ്പ്ലേ തന്നെയാണ് ആപ്പിൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഔട്ട്സൈഡിലേക്ക് പോകുമ്പം 3000 നിറ്റ്സ് ആയതുകൊണ്ട് കമ്പയറിംഗ് ടു പ്രീവിയസ് ജനറേഷൻ പെട്ടെന്ന് നമ്മളിത് നോട്ടീസ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് 7 ലെയർ ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ആണ് ആപ്പിൾ ഇതിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. കമ്പയറിംഗ് ടു പ്രീവിയസ് ജനറേഷൻ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം ഏകദേശം മനസ്സിലായി കാണും. ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്ത പോലെ ഇതിൽ ഞാൻ സ്ക്രീൻ പ്രൊട്ടക്ടേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഈ കഴിഞ്ഞ 2 ആഴ്ചത്തുള്ള യൂസേജിൽ പോക്കറ്റിലിട്ടും അവിടെ ഇവിടെയൊക്കെ വളരെ കെയർലെസ് ആയിട്ട് ഇട്ട് തന്നെ യൂസ് ചെയ്താണ്. ഇതുവരെ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ സംഭവിച്ചിട്ടില്ല. സോ വിച്ച് മീൻസ് സെറാമിക് ഷീൽഡ് 2 അത് അതിൻ്റെ പണി എടുക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ. 3 സ്പീക്കേഴ്സ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഫ്രണ്ട് ഇയർ സ്പീക്കർ ഗ്രിൽ എന്ന് പറയുന്നത് വൈഡറാണ്. ആൻഡ് ഈ ഒരു സ്റ്റേരിയോ സ്പീക്കേഴ്സിൻ്റെ ഔട്ട്പുട്ട് കമ്പാരിറ്റീവ്ലി ഏത് മോഡൽസ് എടുത്ത് വെച്ച് നോക്കിയാലും സ്ലൈറ്റ്ലി ക്രിസ്പി ക്ലിയർ ആൻഡ് ലൗഡറാണ് 17 പ്രോയുടെ സ്പീക്കേഴ്സിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. 4 പെർഫോമൻസ്. അതിൽ പ്രധാനമായിട്ടും ഡിവൈസിൻ്റെ ഹീറ്റിംഗ്. ആപ്പിൾ മാർക്കറ്റ് ചെയ്ത പ്രധാനപ്പെട്ട 17 പ്രോ സീരീസുകളുടെ ഒരു സവിശേഷതയാണ് ഇതിൻ്റെ വേപ്പർ ചേംബർ കൂളിംഗ് സിസ്റ്റം എന്നുള്ളത്. സോ ആപ്പിൾ ആദ്യമായിട്ടാണ് ഒരു ആക്റ്റീവ് കൂളിംഗ് സിസ്റ്റം ഡിവൈസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു കാര്യം ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ റിയൽ ലൈഫ് സിറ്റുവേഷൻസുമായിട്ട് ചേർന്നിട്ടുള്ള രീതിയിലാണ് ഞാൻ ടെസ്റ്റ് ചെയ്തേക്കുന്നത്. ഒന്ന്, ഡിവൈസിൻ്റെ ക്യാമറ ഓപ്പൺ ചെയ്ത് ഞാൻ ഫോൺ പോക്കറ്റിൽ ഇട്ടപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന കാര്യമാണ് ചിലപ്പം ഫ്ലാഷ് ഓണായി അല്ലെങ്കിൽ ക്യാമറ ഓപ്പണായി നമ്മളുടെ ഫോൺ പോക്കറ്റിൽ കിടക്കുമായിരിക്കും. അങ്ങനെ നോക്കുമ്പം പ്രീവിയസ് ജനറേഷൻ ഡിവൈസുകളൊക്കെ ഒരു 6 മിനിറ്റ് അല്ലെങ്കിൽ 8 മിനിറ്റ് കൊണ്ട് ചൂടാകുമ്പോൾ ഈ ഒരു ഡിവൈസ് ഒരു 10-12 മിനിറ്റ് കൊണ്ടൊക്കെയാണ് ആ ഒരു സിനേറിയൽ. കാരണം വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ പോക്കറ്റ്, അധികം ബ്രീത്തിങ് സ്പേസോ കാര്യങ്ങളൊന്നുമില്ല. 2 നോർമൽ റൂം ടെമ്പറേച്ചറിലാണ് ഞാൻ ടെസ്റ്റ് ചെയ്തത്. ഈ ചൂടെന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ചൂടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവിടെയും ഒരു 25 to 30 മിനിറ്റ്സിന് ശേഷമാണ് വളരെ ലൈറ്റായിട്ടുള്ള
ഒരു വാംനെസ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നത്. ഇതേ റൂം ടെമ്പറേച്ചറിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഇട്ടിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. ഇതൊരു 14 to 16 മിനിറ്റ്സ് കൊണ്ടാണ് വാംനെസ് ഫീൽ ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലായിട്ട്. എവിടെയാണോ മദർ ബോർഡ് ക്യാമറ യൂണിറ്റ് ഒക്കെ വരുന്നത് ആ ഒരു ഏരിയയിലായിരിക്കും പൊതുവേ നമുക്കൊരു വാംനെസ് ഫീൽ ചെയ്യുന്നത്. മറ്റുള്ള ഡിവൈസുകളിൽ നമുക്ക് നല്ല രീതിയിൽ വാംനെസ് ഫീൽ ചെയ്യുമ്പം ഇതിൽ നമുക്ക് അത്ര രീതിയിൽ ഫീൽ ചെയ്യത്തില്ല, പക്ഷെ ഉണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി അത് നമ്മളുടെ സൈഡ് ബെസൽസിലും ഫീൽ ചെയ്യാൻ സാധിക്കും. പക്ഷേ അത് അത്ര എന്താ പറയുന്നത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഹീറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല, വളരെ ലൈറ്റ് ആയിട്ടുള്ള വാംനെസ് ആണ്, അത് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തെറ്റുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഡയറക്റ്റ് സൺലൈറ്റിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്, ഫോട്ടോ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഒരു 80 to 25 മിനിറ്റ്സിനുള്ളിൽ ഡിവൈസ് ചൂടാവും. പക്ഷേ ആപ്പിൾ ക്ലെയിം ചെയ്ത 2 കാര്യങ്ങൾ ബാറ്ററി ഞെട്ടിച്ചു. കാരണം ഇതുവരെ ഐഫോണിൽ ഇങ്ങനൊരു കാര്യം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, അതായത് ലോങ് ലൈഫ് ബാറ്ററി. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ, ഞാൻ ലാസ്റ്റ് ഡേ ഇത് ചാർജ് ചെയ്തത്, ഞാൻ എണീക്കുമ്പോൾ ഇതിനൊരു 22% ചാർജ് ഉണ്ടായിരുന്നു. ചാർജ് ചെയ്ത് അപ് ടു 60% ഞാൻ ചാർജ് ചെയ്തു, ഡിവൈസ് ഡിസ്കണക്ട് ചെയ്തു, ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി. ബ്രേക്കിംഗ് ബാഡിൻ്റെ ഒരു സീസൺ എന്ന് പറയുന്നത് 7 എപ്പിസോഡാണ്. അതിൽ ഓരോ എപ്പിസോഡിൻ്റെയും ഡ്യൂറേഷൻ ഒരു റഫ്ലി അറൗണ്ട് 45 to 50 മിനിറ്റ്സിനടുത്താണ്. ആവറേജ് 47 മിനിറ്റ്സ് പ്രതീക്ഷിക്കാം. ഈ 7 എപ്പിസോഡ് ഞാൻ കണ്ടതിന് ശേഷവും മിച്ചം എനിക്കൊരു 24% ബാറ്ററി പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു. സോ ബാറ്ററി ലൈഫ് എക്സെപ്ഷണൽ ആണ്. നിങ്ങൾക്ക് കണ്ണും പൂട്ടി ഈ ഫോൺ വെളിയിൽ കൊണ്ടുപോകാം. ഒരു പവർ ബാങ്കിൻ്റെയോ അല്ലെങ്കിൽ സെക്കൻഡറി ചാർജിൻ്റെയോ പോലും ആവശ്യമില്ലാതെ ഒരു ഫുൾ ഡേ, മേ ബി മോർ ദാൻ എ ഡേ, നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് സിംഗിൾ ചാർജിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്, ഈവൻ ഇൻ ദ വേഴ്സ്റ്റ് ടൈം. സോ 17 സീരീസിൻ്റെ പ്രത്യേകിച്ച് പ്രോ മോഡൽസിൻ്റെ കാര്യത്തിൽ ബാറ്ററി നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. പിന്നീട് ഗെയിമിംഗ് ആൻഡ് റെൻഡറിങ്, നമുക്ക് ഡിവൈസിൻ്റെ പെർഫോമൻസിനെ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന 2 ഏരിയാസാണ് ഈ പറഞ്ഞ രണ്ടും. ഈവൻ കമ്പയറിംഗ് ടു 16 Pro ആയിക്കോട്ടെ 15 Pro ആയിക്കോട്ടെ വലിയ വ്യത്യാസങ്ങൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എക്സ്പെക്ട് ചെയ്യേണ്ട. സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ മതി. കാരണം 12 GB റാം ഉണ്ട് ആൻഡ് ദിസ് ഈസ് A19 Pro ചിപ്പാണ്. പക്ഷേ ഈ ഒരു ഡിവൈസ് തരുന്ന പെർഫോമൻസിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് ലോങ് ടേമിലേക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് ഈ 15-ലും 16-ലും ഒക്കെ നമുക്ക് ചിലപ്പം ഗെയിം കളിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 2 മണിക്കൂർ കൊണ്ട് ഡിവൈസ് കുറച്ച് കഴിയുമ്പം ഹീറ്റാവും, പിന്നെ ഒന്ന് ലാഗാവും, അങ്ങനെ പോവും എന്നുണ്ടെങ്കിൽ ഈ ഡിവൈസിൽ ഈ പറഞ്ഞ 2 മണിക്കൂർ കഴിഞ്ഞാലും ആക്റ്റീവായിട്ടുള്ള കൂളിംഗ്, ഈ ഒരു വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പെർഫോമൻസിൻ്റെ കൺസിസ്റ്റൻസി ലോങ് ടേമിലേക്ക് മറ്റുള്ള ഡിവൈസുകൾ തരുന്നേക്കാൾ ബെറ്റർ ആയിട്ടുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഈ ഒരു പ്രോ സീരീസിന് തരാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കാര്യം പറയുമ്പോഴും നമ്മളിപ്പം ഗെയിം കളിക്കുന്ന സമയത്ത് ഇപ്പം Qi2 എനേബിൾഡ്, Qi2 എന്ന് പറയുന്നത് വയർലെസ് ചാർജിങ് ടെക്നോളജിയാണ്. അത് എനേബിൾഡ് ചെയ്തേക്കുന്ന ഒരു ചാർജറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് വയർലെസ് ചാർജർ, കാരണം നമുക്ക് ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ട്. സോ നിങ്ങൾ ഗെയിം കളിക്കുമ്പോൾ പോലും Qi2 ചാർജറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. സോ 30 മിനിറ്റ്സിൽ 50% ചാർജ് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വളരെ എളുപ്പം ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാർജ് ചെയ്യാൻ സാധിക്കും. ആൻഡ് 6ാമത്തതും ഏറ്റവും അവസാനത്തെയും കാര്യം ക്യാമറ. ഞാൻ ക്യാമറയെ പറ്റി സംസാരിക്കാൻ കുറച്ചധികം കാര്യങ്ങൾ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിൻ്റെ പോസിറ്റീവ് എന്ന് തുടങ്ങാം. ഫ്രണ്ട് ഫേസിങ് ക്യാമറ ഒന്നും പറയാനില്ല, അടിപൊളി ക്യാമറ ആണ് ഫ്രണ്ട് ഫേസിങ് ക്യാമറ. 24 MP പുതിയ സെൻസറാണ് ഫ്രണ്ട് ഫേസിങ്ങിൽ കൊടുത്തേക്കുന്നത്. ഓൺ പേപ്പർ അത് 24 MP ആണ്, പക്ഷേ ആപ്പിൾ അത് പ്രൊമോട്ട് ചെയ്തേക്കുന്നത് 18 MP സെൻസറായിട്ടാണ്. എങ്കിൽ കൂടിയും ഈ ഒരു ഫുള്ളി സ്ക്വയർഡ് ആയിട്ടുള്ള സെൻസർ അടിപൊളിയാണ്. പ്രത്യേകിച്ച് നമുക്ക് കയ്യിൽ ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെർട്ടിക്കലി ഹോൾഡ് ചെയ്തുകൊണ്ട് ഹൊറിസോണ്ടൽ ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. ആൻഡ് സ്റ്റേബിൾഡ് ആയിട്ടുള്ള വീഡിയോസ് എടുക്കുമ്പോൾ പോലും സ്റ്റേബിൾ ആയിട്ടുള്ള ഫുട്ടേജാണ് നമുക്ക് ഫ്രണ്ട് ഫേസിങ്ങിൽ നിന്ന് കിട്ടുന്നത്. ആൻഡ് ഇതിൻ്റെ വൈഡ് ആംഗിൾ ഫോട്ടോസ് എല്ലാം അടിപൊളിയാണ്. പ്രത്യേകിച്ച് ഗ്രൂപ്പ് സെൽഫി ഒക്കെ എടുക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഫേസിങ് ക്യാമറ തരുന്നുണ്ട്. അതിന് കാരണം 18 MP 12 MP തമ്മിലുള്ള വ്യത്യാസമാണ്. ആൻഡ് ഓൾസോ ഈ വർഷം ആപ്പിൾ കാര്യമായിട്ട് നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഏരിയയാണ് ഇതിൻ്റെ ഇമേജ് പ്രോസസ്സിംഗ് പൈപ്പ് ലൈൻ എന്ന് പറയുന്നത്. ഈ വർഷത്തെ 3 സെൻസേഴ്സും 48 MP സെൻസറാണ്. കഴിഞ്ഞ വർഷത്തെ ഡിവൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇതിനെ വൈഡും അൾട്രാ വൈഡിലും നമുക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും ഫീൽ ചെയ്യത്തില്ല, എക്സെപ്റ്റ് ഇതിൻ്റെ ലോ ലൈറ്റ് പെർഫോമൻസിലാണ് നമുക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നത്. ഞാൻ ടെസ്റ്റ് ചെയ്തപ്പം എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. ചില സിറ്റുവേഷൻസിൽ മേ ബി അതിൻ്റെ കളേഴ്സ് അത്ര പഞ്ചിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതൊക്കെയാണ് അൾട്രാ വൈഡിൻ്റെ കാര്യങ്ങൾ. ഇനി സ്റ്റാൻഡേർഡ് വൈഡിലേക്ക് വരുമ്പം ഈ ഒരു ഇമേജിൽ തന്നെ കാണാം ആ ഒരു കളർ ബാലൻസിങ്ങും മൊത്തത്തിലുള്ള ഇമേജ് പ്രോസസ്സിങ്ങും ആ ഒരു വൈറ്റ് ബാലൻസിങ് ഒക്കെ കറക്റ്റാണ്. അതോടൊപ്പം ക്യാമറ, ആ കോർണറിലിരിക്കുന്ന ക്യാമറ, അതിൻ്റെ ലെൻസിൽ വന്നിരിക്കുന്ന കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസൊക്കെ 16 Pro ആയിട്ട് കമ്പയർ ചെയ്യുമ്പം അത്യാവശ്യം ഡീറ്റെയിലിങ്സ് നമുക്ക് ആ ക്യാമറയിൽ വിസിബിളാണ്. എന്നാൽ ടെലിഫോട്ടോ ഇമേജിലേക്ക് വരുമ്പം 12 MP സെൻസറിൽ നിന്ന് 48 MP വലിയൊരു സെൻസറാണ് ആപ്പിൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ വ്യത്യാസം വളരെ പ്രകടമാണ്. ഇവിടെ ഈ ഒരു ഇമേജിൽ കാണാം. ഞാനിത് 4Xലും ഇത് iPhone 16 Proയുടെ
5x എടുത്തേക്കുന്ന ഇമേജസ് ആണ്. 16 പ്രോയിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഡീറ്റെയിലിങ്സ് നമുക്ക് 17 പ്രോയിൽ കാണാൻ സാധിക്കും. അതോടൊപ്പം ആ ഒരു 5x എടുക്കുമ്പം ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആ ഒരു വ്യത്യാസം, കംപ്രഷനിൽ വരുന്ന വ്യത്യാസം നിങ്ങൾക്ക് കാണാം. എന്നാൽ അതേസമയം 17 പ്രോയുടെ 4x നമുക്ക് കാണാൻ സാധിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് കംപ്രഷൻ ബെറ്റർ ആണ്. സോ ഇതിൽ നിന്ന് തന്നെ വ്യത്യാസം മനസ്സിലാക്കാം. 5x എന്ന് പറയുന്നത് കുറേയധികം ടൈറ്റർ ആയിട്ടുള്ള ഒരു ഫ്രെയിമാണ്. അതുകൊണ്ടാണ് ആപ്പിൾ ഈ വർഷം തിരിച്ച് സ്വിച്ച് ചെയ്ത് 4x കൊണ്ടുവന്നത്. നമുക്ക് നൈസായിട്ട് അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ടും കിട്ടും, സബ്ജക്റ്റിനെയും ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഞാൻ ഈ ഒരു ഇമേജ് എടുത്തേക്കുന്നത് ക്രോപ്ഡ് ഇമേജ് ആണ്. രണ്ടിലും 20x എടുത്തേക്കുന്നത്. ഈ ഒരു ഓലയുടെ ഷാഡോ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡാർക്കൺ ആയിട്ടുള്ള ഏരിയസിൽ നമുക്ക് 17 പ്രോയിൽ കുറേയധികം ഡീറ്റെയിൽസ്, ഇൻഫോർമേഷൻസ് നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും. രണ്ടും തമ്മിലുള്ള ആ ചെടികൾ അല്ലെങ്കിൽ ഇല കാണുന്നിടത്ത് വളരെ ഷാർപ്പായിട്ടുള്ളൊരു ഇമേജാണ് 17 പ്രോയിൽ നമുക്ക് വന്നിരിക്കുന്നത്. എന്നാൽ 16 പ്രോയിലേക്ക് വരുമ്പം ആ ഒരു ഡീറ്റെയിൽസ് അത്ര അധികം വിസിബിൾ അല്ല. സൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് ലെൻസുകൾ സ്വിച്ച് ചെയ്ത് സൂം ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം 16 പ്രോയിലും 15 പ്രോയിലും ഒക്കെ ആ ഒരു ലെൻസുകൾ സ്വിച്ച് ചെയ്യുന്നതിൻ്റെ ഒരു ജമ്പിങ്, ലെൻസ് ടു ലെൻസ് ജമ്പിങ് ഉണ്ടായിരുന്നു. പക്ഷേ 17 പ്രോയിൽ എനിക്ക് അത് അത്ര രീതിയിൽ ഫീൽ ചെയ്തിട്ടില്ല. ഉണ്ട്, പക്ഷേ ഈ 16ലും 15ലും ഉള്ള പോലെ അത്ര ഫീലിംഗ് നമുക്ക് ഇതിൽ വരുന്നില്ല. പക്ഷേ ഇപ്പോഴും ആപ്പിൾ പരിഹരിക്കാത്ത മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 16ലും 15ലും എല്ലാം ഇത് തന്നെയാണ്. മിനിമം ഫോക്കൽ റേഞ്ച് എന്ന് പറയുന്നത് ആപ്പിൾ ഇപ്പോഴും പരിഹരിച്ചിട്ടില്ല. നമുക്ക് സെയിം എഫക്റ്റ് തന്നെയാണ് ഇതിലേതിൽ പോയാലും. ഒരു പരിധിക്കുള്ളിൽ നമ്മളൊരു സബ്ജക്റ്റിലേക്ക് അടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് മാക്രോ മോഡിലേക്ക് പോകും. പക്ഷേ ആ കാര്യത്തിൽ ഇപ്പോഴും 13 പ്രോ പുലി തന്നെയാണ്. കാരണം അതിൻ്റെ മിനിമൽ ഫോക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ എല്ലാ മോഡൽസിനേക്കാൾ ഫാർ ബെറ്റർ ആണ്. അതുപോലെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡാണ് ലെൻസ് ഫ്ലെയർ. ഇപ്പോഴും നമുക്ക് ആ ഒരു ഫോട്ടോസ് രാത്രിയിലൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ ലെൻസ് ഫ്ലെയർ നല്ല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും, വിസിബിൾ ആണ്. ഇതൊക്കെയാണ് ഫോട്ടോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ വീഡിയോ സൈഡിലേക്ക് വരുമ്പോൾ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമാണ്, നല്ല സൂപ്പർ സ്റ്റേബിളാണ്. ഇതിൽ നിന്ന് വരുന്ന ഫുട്ടേജുകളെല്ലാം അടിപൊളിയാണ്. 2 ProRes RAW എന്ന് പറയുന്ന ഒരു ഫങ്ഷണാലിറ്റി അല്ലെങ്കിൽ ഫീച്ചർ ആപ്പിൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഏത് യൂസറിനും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങൾ ആപ്പിൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ആപ്പിളിൻ്റെ ലോങ് 2 എന്ന് പറയുന്ന ഫോർമാറ്റാണ്, പുതിയ ആപ്പിൾ ലോഗ് 2. സോ ഇതിൽ നമുക്ക് കൂടുതൽ ബിറ്റ് റേറ്റിൽ ധാരാളം ഇൻഫർമേഷൻസ് നല്ല രീതിയിൽ വീഡിയോ കളർ ഗ്രേഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അത് നമുക്ക് ആപ്പിളിൻ്റെ നേറ്റീവ് ക്യാമറ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചല്ല ചെയ്യാൻ സാധിക്കുന്നത്. ഇതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്പിളിൻ്റെ തന്നെ ഫൈനൽ കട്ട് ക്യാമറ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. അതുപോലെ ബ്ലാക്ക് മാജിക്കിൻ്റെ ക്യാമറ, ഇതെല്ലാം ഫ്രീ ആപ്ലിക്കേഷൻസ് ആണ്. ഈ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഓപ്പൺ ഗേറ്റിൽ വീഡിയോസ് നമുക്ക് ഓപ്പൺ ഗേറ്റിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ പറയുന്നത് ഈ വീഡിയോയും അല്ലെങ്കിൽ വീഡിയോഗ്രാഫി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് ഫുൾ 48 മെഗാപിക്സലിൻ്റെ ആ ഒരു സ്ക്വയർ സെൻസർ റീഡ് ഔട്ട്, ഫുൾ സെൻസർ റീഡ് ഔട്ടിൽ നിങ്ങൾക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. നോർമലി നമ്മളിതിപ്പം ഫോട്ടോ ഓപ്ഷനിലാണുള്ളത്. നമ്മൾ ഇതിൽ നിന്ന് വീഡിയോയിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം അത് കുറച്ചും കൂടെ ക്രോപ്പിൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ എന്ന് പറയുന്നത്. എന്നാൽ ഇത് സ്വിച്ച് ചെയ്യുമ്പോൾ തിരിച്ച് നമുക്ക് കാണാം ക്രോപ്പിനല്ല, നമുക്ക് കുറച്ചും കൂടെ വൈഡ് ആയിട്ടുള്ള ഒരു ഇമേജാണ് ഫോട്ടോയിലേക്ക് പോകുമ്പോൾ കിട്ടുന്നത്. അത് ഫുൾ സെൻസറാണ് വരുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇതേ ഫുൾ സെൻസർ റീഡ് ഔട്ടിൽ നിങ്ങൾക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതാണ് ഓപ്പൺ ഗേറ്റ്. ആ ഓപ്പൺ ഗേറ്റും ആപ്പിൾ ഇപ്പം 17 പ്രോ സീരീസിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തേ നമുക്ക് ഓപ്പൺ ഗേറ്റിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ആപ്പിളിൻ്റെ നേറ്റീവ് ക്യാമറ ആപ്ലിക്കേഷനിൽ സാധിക്കത്തില്ല. സോ ഓവറോൾ പറയുവാണെങ്കിൽ ഫാസ്റ്റ് ചാർജിങ്, ബാറ്ററി, ഇനി നിങ്ങൾ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫിക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് വർത്ത് അപ്ഗ്രേഡിങ്. എൻ്റെ അഭിപ്രായത്തിൽ 17 പ്രോ ഇതിൻ്റെ ലുക്ക് വ്യത്യാസമാണ്, പക്ഷേ ഒരു പ്രീമിയം ഫീലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. ആൻഡ് ഈസി ടു എന്താ പറയുന്നത്, പെയിൻറ്റ് ചിപ്പിങ്, ഡെൻറ്റ് കാര്യങ്ങൾ, സ്കഫിംഗ് ഒക്കെ വരാൻ വളരെ ഈസിയാണ്. സോ കെയർ ചെയ്ത് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഡാമേജ് ആവും. അപ്പോൾ ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടൻസിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മറക്കാതെ ഫോളോ ചെയ്യുക. സോ ദിസ് ഇസ് മിലൻ. Catch you guys in the next one. Until then, peace.